കേന്ദ്ര സർക്കാരിന്റെ UGCയുമായി ബന്ധപ്പെട്ട പുതിയ പരിഷ്കാരം BJPക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നാം ഉത്തർപ്രദേശിൽ നോക്കുമ്പോൾ ഈ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ തന്നെ സമരങ്ങൾ സംഘടിപ്പിക്കുന്നു. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ഉത്തരേന്ത്യയിൽ ഇത് BJPക്ക് വലിയ തിരിച്ചടിയായി മാറുകയാണ്. നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരത്തിൽ വന്നതിന് ശേഷം ഈ വിദ്യാഭ്യാസ രംഗമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. അത് 2016 ഹൈദരാബാദ് സർവകലാശാലയിലെ രോഹിത് വെമുല എന്ന പേരുള്ള ഒരു PhD വിദ്യാർത്ഥി ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട് അന്ന് രാജ്യമെമ്പാടും വലിയ പ്രക്ഷോഭം നടത്തി. ആ വിദ്യാർത്ഥി SC സമുദായത്തിൽപ്പെട്ട കുട്ടിയായിരുന്നു. അപ്പോൾ ജാതി അധിക്ഷേപത്താൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നായിരുന്നു അന്ന് പ്രചരിച്ചിരുന്നത്. അത് ശരിയാണ്, കോടതിയിലൊക്കെ കേസ് പോയതാണ്. അത് അന്ന് രാജ്യമെമ്പാടും കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും വലിയൊരു ആയുധമായിട്ട് എടുത്തു. കാരണം അന്ന് മോദി അധികാരത്തിൽ 2 വർഷം ആവുന്നുള്ളൂ. അപ്പോൾ മോദിക്കാരെ നീങ്ങാൻ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ആയുധമായിരുന്നു അത്. പക്ഷേ അതിനെ സർക്കാർ വളരെ സമർത്ഥമായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും പിന്നീട് ആ കേസ് അന്വേഷിക്കുകയും ബന്ധപ്പെട്ടവരെയൊക്കെ അതിൽ ശിക്ഷിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നിരുന്നിട്ടും ഈ ശിക്ഷ മതിയായില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, പ്രത്യേക കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലുമൊക്കെ ഈ വിഭാഗത്തിൽപ്പെട്ട, അതായത് സവർണ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ജാതി അധിക്ഷേപം നേരിടുന്നു. അപ്പം നിലവിലുള്ള നിയമങ്ങൾ പോരാന്ന് പറഞ്ഞിട്ട് ഈ രോഹിത് വെമുലയുടെ അമ്മ രാധിക വെമുല അന്ന് സുപ്രീം കോടതിയിൽ പരാതി കൊടുത്തു. അതിനെ തുടർന്ന് 2012 ഒരു ഡ്രാഫ്റ്റ് റെഗുലേഷൻ സർക്കാർ അതായത് UGC യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ പുറത്തിറക്കി. ആ 2012 ഡ്രാഫ്റ്റ് മതിയാവില്ല എന്ന് തോന്നിയിട്ട് അതിൽ പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ട് ചില ആളുകൾ UGCയെ സമീപിക്കുകയും പിന്നീട് കോടതിയെ സമീപിക്കുകയും അങ്ങനെ കോടതിയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും ആ 2012 നിയമത്തെ വീണ്ടും പരിഷ്കരിച്ചു. അതായത് കോളേജുകളിലും സർവകലാശാലയിലും നടക്കുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന ഈ വിവേചനം, ജാതി വിവേചനം, അതിൻ്റെ പേരിലുണ്ടായിരുന്ന ഈ പ്രശ്നങ്ങൾ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഇന്ദിരാ ജയ്സിങ്ങിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. 10ാം ക്ലാസ്സിലെ പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായിട്ട് ലൈംഗിക ഏർപ്പാട് ചെയ്യാനുള്ള അനുവാദം കൊടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട ഒരു അർബൻ നക്സൽ കാറ്റഗറിയിൽപ്പെട്ട ഒരു വക്കീലാണ് ഇന്ദിരാ ജയ്സിങ്. അപ്പോൾ ഇന്ദിരാ ജയ്സിങ്ങിൻ്റെ നേതൃത്വത്തിലാണ് ഈ സുപ്രീം കോടതി നിയോഗിച്ച ഈ കമ്മിറ്റി പുതിയ ഡ്രാഫ്റ്റ് രൂപീകരിച്ചത്. അതിൻ്റെ പേര് പ്രൊമോഷൻ ഓഫ് ഇക്വിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗുലേഷൻ 2026. ജനുവരി 11 UGC ഈ നിയമം നോട്ടിഫൈ ചെയ്തു. അപ്പോൾ ഈ നിയമം എന്ന് പറയുന്നത് കോളേജുകളിലും സർവകലാശാലകളിലും നിലനിൽക്കുന്ന ഈ ജാതി വിവേചനം, ആ ജാതി വിവേചനത്തെ എന്ത് ചെയ്യുക, തടയുക. അതിന് അങ്ങനെ ഏതെങ്കിലും കുട്ടികൾ ജാതി വിവേചനം അനുഭവിക്കുന്നുവെങ്കിൽ അവർക്ക് സഹായം നൽകുക, അതിന് മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചില ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ നിയമം, അതായത് പ്രൊമോഷൻ ഓഫ് ഇക്വിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഇക്വിറ്റി കൊണ്ടുവരിക, വിദ്യാർത്ഥികൾ തമ്മിൽ മറ്റു തരത്തിലുള്ള ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭേദഭാവം ഉണ്ടാവരുതെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നിയമം കൊണ്ടുവന്നതെന്നാണ് വയ്പ്. പക്ഷേ ആ നിയമം വെളിയിൽ വന്നപ്പോൾ, ഈ നോട്ടിഫിക്കേഷൻ വെളിയിൽ വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ വിദ്യാർത്ഥികൾ ഞെട്ടിപ്പോയി, പ്രത്യേകിച്ചും ജനറൽ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ. കാരണം നേരത്തെ 2012 ഉള്ള ഡ്രാഫ്റ്റിൽ SC ST കുട്ടികളായിരുന്നു അതിലുണ്ടായിരുന്നതെങ്കിൽ പുതിയ ഡ്രാഫ്റ്റ് 2026 വന്നപ്പോഴത്തേക്കും OBC ഉൾക്കൊള്ളിച്ചു. അപ്പോൾ അത് മാത്രമല്ല, OBC മാത്രമല്ല, വേറെയും ചില വിഭാഗങ്ങളെ അതിൽ ഉൾക്കൊള്ളിച്ചു. അതായത് SC ST OBC, അതുപോലെ തന്നെ ഈ ജെൻഡർ മൈനോറിറ്റീസ്, അതുപോലെ തന്നെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് ഭിന്നശേഷി വിദ്യാർത്ഥികൾ, അങ്ങനെയുള്ള കുറേ ആളുകളെ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്തപ്പോഴത്തേക്കുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ സ്വാഭാവിക കുറ്റക്കാരായി മാറുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ വിചിത്രമായ ഒരു കാര്യം. അപ്പോൾ ഇത്രയും വിഭാഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അവശേഷം ജനറൽ കാറ്റഗറി മാത്രമല്ല. ഈ സമരമായ ഒരു വിചിത്രമാണല്ലോ. എല്ലാ കാലത്തും സവർണർക്ക് വേണ്ടി BJP പ്രവർത്തിക്കുന്നു, BJPയുടെ നയങ്ങൾ രൂപീകരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു സമരം നടത്തിയിരുന്നത്. ഉത്തർപ്രദേശിൽ ഡൽഹിയിലും കാണുന്ന തിരിച്ചാണ്. ഈ സവർണ
സവർണരുമായി ബന്ധപ്പെട്ട സംഘടനകളാണ് നിരന്തരം ഇപ്പോൾ BJP-ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുന്നതെല്ലാം നാം കാണുന്നത് ഈ സവർണ വിഭാഗത്തിൽപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇന്ദിരാ ജയസിംഗിനെ പോലുള്ള ഈ കടുത്ത ഈ ഇടത് നയങ്ങളുള്ള ഒരാൾ സ്വാഭാവികത്തിൽ വരുമ്പോൾ അതിലെന്തെങ്കിലും അട്ടിമറി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ അട്ടിമറിയാണ് ഇപ്പോൾ OBC-യും കൂടി ഉൾക്കൊള്ളിച്ചത് കാണുന്നത്. ഓക്കെ, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾ വരുന്ന പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും അവിടെ ജാതി അടിസ്ഥാനത്തിൽ ഒരു കുട്ടിക്കും വിവേചനം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഈ നിയമം കൊണ്ട് നമ്മളൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജനറൽ കാറ്റഗറിയിലെ കുട്ടികൾ സ്വാഭാവിക അപരാധികളായി മാറുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2011 മുതൽ 2019 വരെ രാജ്യത്തെ കേരളം അടക്കമുള്ള വിവിധ കോളേജുകളിലും സർവകലാശാലകളിലും ഇത്തരം ജാതി വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് 56,000 പരാതികളാണ് വന്നിട്ടുള്ളത്. അതിൽ ഏതാണ്ട് 4,000-ൽ താഴെ മാത്രമാണ് കോടതികളിലെത്തിയത്, അല്ലെങ്കിൽ കോടതിയിൽ കൺവിക്ഷൻ ഉണ്ടായത്. എന്താണ്, കുറ്റപത്ര സമർപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ 93% പരാതികളും വ്യാജമായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓൺലൈൻ പരാതിയിൽ കൂടി ഒരു കുട്ടിക്കെതിരെ, ഒരു ജനറൽ കാറ്റഗറി കുട്ടിക്കെതിരെ പരാതി കൊടുക്കാം, വളരെ ഈസിയായിട്ട് കൊടുക്കുക. ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. 2001 വിഷ്ണു തിവാരി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, അവിടുന്ന് ആ കോളേജിലുണ്ടായിരുന്ന, ഡൽഹിയിലാണ്, തർക്കം കാരണം ഇവൻ എന്ത് ചെയ്യേണ്ടി വന്നു, എന്നെ പ്രതിയാക്കപ്പെട്ടു. 20 വർഷം ജയിൽ ശിക്ഷ കഴിഞ്ഞ് 2021 പുറത്തിറങ്ങിയെന്നറിയോ, ഇയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നിരപരാധിയായിട്ട് 20 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇദ്ദേഹം നഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ കരിയറാണ്, ജീവിതമാണ്. ഈ കാലഘട്ടത്തിൽ അച്ഛനമ്മയെ മരിച്ചു, വസ്തുതകളൊക്കെ കേസത്തിന് വേണ്ടി സമം പോയി. അപ്പോൾ ഇത്തരത്തിൽ ഈ ജനറൽ കാറ്റഗറിയിൽ ജനിച്ചു എന്നുള്ളതിൻ്റെ ഒരേ ഒരു കുഴപ്പം കൊണ്ട് നമ്മുടെ സിസ്റ്റം മൊത്തം, സമൂഹം മൊത്തം അവർക്കെതിരെ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇനി ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു കോളേജിൽ കുറച്ച് കുട്ടികൾ ഒരു കോഴ്സിൽ അഡ്മിഷൻ എടുത്ത് പോകുമ്പോൾ ഈ നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ ജനറൽ കാറ്റഗറി കുട്ടികളിലെ മൊത്തം മറ്റു കുട്ടികൾ കാണുന്നത് അപരാധികളായിട്ടായിരിക്കുമല്ലോ കാണുന്നത് സ്വാഭാവികമായിട്ടും. കാരണം പിന്നെ എന്തെങ്കിലും ജാതിക്ഷ നടത്താൻ ഇവരല്ലേ ചെയ്യത്തുള്ളൂ, മറ്റാരും ചെയ്യില്ലല്ലോ. എന്നാൽ നേരെ തിരിച്ച് മറ്റു പല സ്ഥലങ്ങളിലും ഈ സവർണ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു, ജാതി നിക്ഷേപം നേരിടുന്നുണ്ട്. പക്ഷേ അത് സർക്കാർ പരിഗണന വന്നിട്ടില്ല, ഇതിനകത്ത് പറയുന്നില്ല. ഇനി SC/STക്ക് നേരത്തെ തന്നെ നിയമങ്ങൾ ഇവിടെ നിലവിലുണ്ട്. SC/ST അട്രോസിറ്റി ആക്ട് ഉണ്ട്, അതിൽ കൊണ്ടുവരേണ്ട കാര്യമില്ലേ. അപ്പോൾ ഈ SC/ST OBC അതുപോലെ മറ്റെല്ലാ വിഭാഗങ്ങളിലും പെടുമ്പോൾ ഈ ഓപ്പൺ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ മാത്രം ഈ പറഞ്ഞതുപോലെ കുറ്റക്കാരായി മാറുന്നു. നിങ്ങൾക്ക് ഏത് സമയത്ത് ഒരു വ്യാജ പരാതി കൊടുത്ത് അവരെന്ത് ചെയ്യാം, കൊടുക്കാം. ഈ പ്രശ്നം ചൂണ്ടിക്കാണിച്ച കുറച്ച് ദിവസം ഉണ്ടായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മോദി മന്ത്രിസഭയിൽ ഏറ്റവും കഴിവുറ്റ ഒരു മന്ത്രിയായിട്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം ധാരാളം പ്രശ്നങ്ങളാണ് വകുപ്പിലുണ്ടായിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യ പുറകോട്ട് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, ഈ നിയമം മിസ്യൂസ് ചെയ്യാൻ നമ്മൾ നോക്കുന്നത്. അതെങ്ങനെയാണ്, ഈ ആളുകൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടല്ലേ മിസ്യൂസ് ചെയ്യപ്പെടുന്നത്, എന്തിനാ അത്തരം ലൂപ്പ് ഹോൾസിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വ്യാജ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യാജ പരാതി അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഏത് കുട്ടിയെ ഹരാസ് ചെയ്യാം, ആ കുട്ടിയുടെ ലൈഫ് ഇല്ലാതാക്കാം, കുട്ടിയുടെ കരിയർ ഇല്ലാതാക്കാം എന്നുള്ള സാഹചര്യത്തിലേക്കാണ് നിയമം പോകുന്നത്. ഇതിനെതിരെയാണ് ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കേരളത്തിൽ ഈ സംഭവം ചർച്ച ചെയ്യപ്പെടില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു എക്കോസിസ്റ്റം വേറെ ആയതുകൊണ്ടുള്ളതാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിലും ബീഹാറിലും അതിന് ഡൽഹിയിലും ഒക്കെ വലിയ പ്രക്ഷോഭങ്ങൾ കുട്ടികളുടെ നേരെ നടക്കുന്നത്. അവർ രാഷ്ട്രീയപ്പെട്ട ബാനറിലല്ല, കുട്ടികൾ തന്നെ സർവകലാശാലയിൽ നിന്ന് അവർ സമരത്തിലേക്ക് വരികയാണ്. അവരുടെ ഡിമാൻഡ് എന്താണ്, ഈ കറുത്ത നിയമം എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ടും പിൻവലിക്കണം. മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പുതിയ കമ്മിറ്റി വയ്ക്കുന്നു. അപ്പോൾ ആ കമ്മിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാൻ, ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും ഈ നിയമത്തെ പിൻവലിക്കണം എന്നാണ് ഈ കുട്ടികളുടെ ആവശ്യം. 2027 കൂടി തന്നെ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടാകും. ഉറപ്പായിട്ടുണ്ടാകും. നമ്മുടെ ഭാരതത്തിൽ ആകെ 24% ഓപ്പൺ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ നമ്മുടെ സർവകലാശാലയിൽ പഠിക്കുന്നു. അതിൽ ബ്രാഹ്മണരുണ്ട്, ക്ഷത്രിയരുണ്ട്, രജപുത്രരുണ്ട്, നമ്മുടെ നാട്ടിലെ നായന്മാരുണ്ട്. ഇങ്ങനെയുള്ള വിഭാഗങ്ങളൊക്കെ ആകെ എല്ലാം കൂടി ചേർത്ത് 24% മൊത്തം ഉള്ളത്. അവർക്ക് നിലവിലുള്ള ഈ സാമ്പത്തിക സംവരണം EWS മാത്രമല്ലാതെ വേറെ ഒരു സഹായം അവർക്കില്ല. ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഉള്ള ഒരു ചെറിയ സംവരണം മാത്രമേ ഉള്ളൂ, അതും വളരെ ചെറിയ ശതമാനമാണ്. പക്ഷെ മറുഭാഗത്ത് ഈ സംവരണ വിഭാഗം അവർക്ക് സംവരണം കൊടുത്തോട്ടെ. ഈ സംവരണം ഏറി വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ പ്രധാനപ്പെട്ട സർവകലാശാലകളിലോ കോളേജുകളിലോ ഓപ്പൺ കാറ്റഗറിയിൽപ്പെട്ട ഒരു കുട്ടിക്ക് ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ 100-ന് 100 സ്കോർ വാങ്ങിച്ചാൽ പോലും അഡ്മിഷൻ ഉറപ്പില്ല. പക്ഷേ അപ്പുറത്ത് 15-16 സ്കോർ വാങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ട്. ഈ ഒരു വിവേചനം നിലവിൽ ഓപ്പൺ കാറ്റഗറി കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് കുരുമേ കുരു പോലെ എങ്ങനെയും കഷ്ടപ്പെട്ട് അഡ്മിഷൻ നേടിയെടുത്തു കഴിഞ്ഞാൽ ഇവനെ അപമാനിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ പോലെ നോർത്ത് ഇന്ത്യയിൽ കടുത്ത ജാതിവേദന നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. കള്ളപ്പരാതി ലക്ഷം പോലെ കൊടുക്കപ്പെടും.
അപ്പോൾ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു അന്വേഷണമില്ലാതെ അപ്പോൾ തന്നെ കുട്ടിയെ നടപടിയെടുക്കാനാണ് ഇതിൽ പറയുന്നത്, ഈ നിയമത്തിൽ പറയുന്നത്. ഇനി നടപടിയെടുത്തില്ലെങ്കിലോ ഈ സർവകലാശാലയ്ക്കും അല്ലെങ്കിൽ കോളേജിനുള്ള ഫണ്ട് UGC എന്ത് ചെയ്യും, കട്ട് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും, പെട്ടെന്ന് നടപടിയെടുക്കും. എന്താ സംഭവിക്കുന്ന അവസാനം ഫലം എന്ന് പറയുന്നത്, ഓപ്പൺ കാറ്റഗറിപ്പെട്ട കുട്ടികൾക്ക് നമ്മുടെ രാജ്യത്ത് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും, അല്ലെങ്കിൽ അവർ കുറ്റവാളികളെന്ന് മുദ്രകുത്തപ്പെടും. ഇല്ലെങ്കിൽ ഇവിടുന്ന് വല്ല വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കേണ്ട ഒരു ഗതികെട്ട സാഹചര്യത്തിലേക്കാണ് ഇന്ത്യയിലെ ഈ ജനറൽ കാറ്റഗറിപ്പെട്ട കുട്ടികളുടെ അവസ്ഥ. ഇത് ഈ മോദി സർക്കാർ അഡ്രസ്സ് ചെയ്തില്ല എങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്ത് ഈ പാർട്ടി BJPക്ക് ഉണ്ടാകുന്ന തർക്കമില്ല. ഫെബ്രുവരി 1 ഈ കുട്ടികളെല്ലാം ചേർന്ന് ഭാരതരത്ന ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. കാരണം അല്ലാതെ നിവൃത്തിയില്ല, ഇത് അവരുടെ ജീവൻ മരണ പോരാട്ടമാണ്. ഈ നിയമം വന്നു കഴിഞ്ഞാൽ പിന്നെ രാജ്യത്ത് ഒരു സർവകലാശാലയിലും ഒരു കോളേജുകളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവരുടെ മക്കൾക്ക് കിട്ടുന്നില്ല എന്നതാണ്. ഇവിടെ ഈ നിയമത്തിൽ വന്നിട്ട് ഇവിടെ വലിയ സമുദായത്തെക്കുറിച്ച് പറയുന്ന നായർ സമുദായത്തിൻ്റെ വലിയൊരാളുണ്ടല്ലോ ഇവിടെ, സുകുമാരൻ നായർ, ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഇവിടെ ബ്രാഹ്മണരെ പ്രതിദാനം ചെയ്യുന്ന സംഘടനകളുണ്ട്, യോഗക്ഷേമ സഭ അങ്ങനെയൊക്കെ ഉണ്ട്, ക്ഷത്രിയ സഭകളുണ്ട്. ആരും കേരളത്തിൽ ഒരാളും മിണ്ടുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. കാരണം ആരെ വെറുപ്പിക്കണ്ട എന്നുള്ള നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ സമുദായത്തിന് ഗുണമുണ്ടാകുന്ന ഒന്നും ചെയ്യുന്നില്ല. ഇതൊന്നും നോർത്ത് ഇന്ത്യയിൽ അവിടെ അവർ പരിഗണിക്കുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളം BJPയുടെ പാർട്ടി നേതാക്കൾ, സംഘടന ചുമതലയുള്ളവർ രാജിവെച്ചിരിക്കുക. ഇന്നലെ ഡൽഹിയിലെ കോടതിയിലെ വക്കീലന്മാർ കോടതി ബഹിഷ്കരിച്ച് സമരം ചെയ്തു. ലക്നൗ സർവകലാശാലയിൽ മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളിലും കടുത്ത സമരം നടക്കുകയാണ്. സർക്കാർ എങ്ങനെ നേരിടുന്നുള്ള നമുക്ക് കണ്ടിരിക്കണം. ഇത് ഈ കുട്ടികൾ പറയുന്നത് അവരെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. ഇതിൽ ഞങ്ങൾ പിന്നോക്കം പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഭാവി ഇന്ത്യയിൽ നശിക്കുകയാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് കുട്ടികളുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ നരേന്ദ്രമോദി നേരിടുന്നത് വലിയൊരു പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുന്ന കാലഘട്ടത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.